അൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ. മനസ്സൊന്നാവട്ടെ. ഇന്ന് സെപ്റ്റംബർ 24 NS ഡേ ആണ്, എല്ലാവർക്കും അറിയണ പോലെ. അപ്പോൾ NS നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാവിലെ 5 മണിക്ക് ടീച്ചറെ വിസിൽ കേട്ട് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ടീച്ചർ നമ്മളെ ഗ്രൗണ്ടിൽ കൂടെ ഇട്ട് നെട്ടോട്ട് ഓടിക്കണതും, പിന്നെ അത് കഴിഞ്ഞാൽ മഞ്ഞത്ത് കിട്ടണ ചൂടുള്ള കട്ടനും, പിന്നെ ഉച്ചയ്ക്ക് ക്യാമ്പിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആ വിസിൽ കേട്ട നമ്മുടെ പ്ലേറ്റ് കൊടുത്തിട്ട് മെസ്സിന്റെ അവിടേക്കുള്ള ഓട്ടോ, പിന്നെ വൈകിട്ട് നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ക്യാമ്പ് വിലാസിന്റെ സമയത്ത് ട്രോളും തമാശയും അങ്ങനെ അങ്ങനെ നമ്മളാക്കി മാറ്റിയ ആ 7 ദിവസങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ആക്ടിവിറ്റീസ് മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിലും ആ 7 രാവുകളും ആ 7 പകലുകളുമാണ് NSSനെ ഒരു വികാരമാക്കി മാറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇപ്പോ കൊറോണ കാലമാണ്. അപ്പോ അകലങ്ങളിലിരുന്ന് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ നമുക്ക് ഈ ദിവസം ഈ പരിപാടി ഒരു ആഘോഷമാക്കി മാറ്റാം. അപ്പോ നമുക്ക് NSനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലാണ് ഫസ്റ്റ് സാറിന്റെ പേര്. നമ്മുടെ മണ്ണാക്കാട് PAC മെമ്പറാണ് സാറ്. അപ്പൊ അന്ന് ക്യാമ്പിന്റെ സമയത്ത് സാറിന് ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എങ്കിൽ കൂടി ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാറ് വന്നു. സാർ നമ്മുടെ ഒപ്പം നിന്നു, സപ്പോർട്ടായി ഇപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യമായി സാറിനെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്കറിയാം, ഒരു NSS യൂണിറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആ സ്കൂളിന്റെ, അതായത് നമ്മുടെ സ്കൂളിന്റെ സപ്പോർട്ടും സഹകരണവും കോർഡിനേഷനും എല്ലാം വേണം. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളായ നമ്മുടെ സീത ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ എന്നൊക്കെ പറയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലം നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഒരു നല്ല അധ്യാപിക എന്നതിനുപരി ഒരു നല്ല സുഹൃത്തായി മാറിയ നമ്മുടെ സ്വന്തം, നമ്മുടെ മാത്രം സിജില ടീച്ചറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ അടുത്തത് നമ്മുടെ വോളണ്ടിയേഴ്സ് ഇല്ലാതെ ഈ യൂണിറ്റ് ഒരു പൂർണ്ണമല്ല. അപ്പോൾ ഇന്ന് ഈ ദിവസം ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി എല്ലാ സഹകരണവും സപ്പോർട്ടും നൽകുന്ന എല്ലാ വോളണ്ടിയേഴ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന്റെ ഇനാഗുറേഷന് വേണ്ടി ഫഹദ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. MET ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ സീതാലക്ഷ്മി ടീച്ചർ, പ്രോഗ്രാം ഓഫീസർ സിജില ടീച്ചർ, നാഷണൽ സർവീസ് സ്കീമിൻ്റെ സ്നേഹം നിറഞ്ഞ വളണ്ടിയർമാരെ, വളണ്ടിയർ ലീഡർമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, NSS ദിനമായ സെപ്റ്റംബർ 24 MET ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കോവിഡ് വ്യാപന കാലഘട്ടത്തിലും അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ മുന്നേറുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആഗ്രഹമായിരുന്നു വിദ്യാർത്ഥികളെയും രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീം എന്ന വലിയ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികമായ 1969 നാഷണൽ സർവീസ് സ്കീം രൂപീകൃതമായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കുക, അവരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീം രൂപീകരിച്ചിട്ടുള്ളത്. സത്യവും അഹിംസയും കാരുണ്യവും നീതിയും കരുണയും ആർദ്രതയും അതോടൊപ്പം തന്നെ അർപ്പണ മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു യുവതലമുറയെ, നമ്മുടെ രാജ്യത്തിന് ഒരു നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള മഹാ ലക്ഷ്യവുമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീം രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ
ഇതിലെ വളണ്ടിയർമാരായതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഈ കാലഘട്ടത്തിൽ ആവുന്നതിനനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളും പദ്ധതികളും നമുക്ക് ആസൂത്രണം ചെയ്യാനും ഈ മഹാമാരിയെ നേരിടുന്നതിൽ ഒരു ഭാഗവാക്കാകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ ഗംഭീരമായി സംഘടിപ്പിച്ച സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. As we know, the motto of NSS is not me but you. This reflects the essence of democratic living and upholds the need for selfless service for fellow human beings. Therefore, every year, 24th September is celebrated as NSS Day with appropriate programs and activities. NSS volunteers of our school has a lot of passion. They are performing many tasks and bringing good results also. Moreover, this unit provides our students with a platform for personality development along with their social service under the leadership of our program officer, Ms. Sitira. In this auspicious day, I wish the very best to all my NSS volunteers. May God bless you all. Thank you. Jai. മനസ്സ് നന്നാവട്ടെ. ഇന്ന് സെപ്റ്റംബർ 24. എല്ലാ വർഷവും ഈ ദിവസം NSS ഡേ ആയി ആചരിക്കുന്നു. 1969 NSS അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ സമൂഹത്തിനോടുള്ള സന്നദ്ധതാ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്നദ്ധ പദ്ധതി ആരംഭിച്ചത്. സമൂഹത്തിനോടുള്ള കടമ നിറവേറ്റാനുള്ള ഒരവസരം കൂടിയാണ് ഇത് ഓരോരുത്തർക്കും നൽകുന്നത്. NSSന്റെ ആപ്തവാക്യമായ നോട്ട് മീ ബട്ട് യു എന്നത് നെഞ്ചിലേറ്റി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വോളണ്ടിയറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ +2 എന്ന ഈ 2 വർഷ കാലയളവിൽ മാത്രം ഒതുക്കാതെ ജീവിതകാലം മുഴുവൻ ഇതേ സന്നദ്ധതാ മനോഭാവത്തോടുകൂടിയും സഹാനുഭൂതിയോടുകൂടിയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഓരോ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. Today, September 24, NSS Day. National Service Scheme was launched during 1969, the birth century year of Mahatma Gandhi. NSS is an extension dimension to the higher education system to orient student youth to community service while they are studying in educational institutions. It is being implemented by the Ministry of Youth Affairs and Sports. The motto or watchword of NSS is not me but you. Jawaharlal Nehru is the father of NSS. The benefit of NSS is help the students to grow individually and also as a group. It makes the students confident and gain knowledge about different people from different walks of life. The aim of NSS is to instill the idea of social welfare in students and to provide service to society without base. NSS volunteers work to ensure that everyone who is needy gets help to enhance their standard of living and lead a life of dignity. In doing so, volunteers learn from pupils in village how to lead a good life despite a scarcity of resources, society of resources. It also provides help in nature and man-made disasters by providing food, cloth, and first aid to the disasters. The NSS symbol is based on the Rath, wheel of the Konark Sun Temple, located in Odisha. The navy blue color indicates the cosmos, of which NSS is a tiny part. That means we all contribute its share to the welfare of the mankind.
The red color in the badge indicates that all NSS volunteers are full of blood. That is active, energetic, lively and full of high spirit. The giant wheels of the NSS preserves that preservation, creation and signification. Check. സെപ്റ്റംബർ 24 NSS ഡേ. അപ്പോൾ NSS എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് NSS ക്യാമ്പായിരുന്നു. ക്യാമ്പിലുണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജ് ഫിയർ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. പിന്നെ ആൾക്കാരോടൊക്കെ എങ്ങനെ ഇടപെടണമെന്ന് പഠിച്ചു. പിന്നെ ക്യാമ്പിൽ ഒരുപാട് ക്ലാസ്സൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടി. അപ്പോൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ക്യാമ്പിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാം. കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് മാസ് ചലഞ്ച് എന്ന എൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് ഞങ്ങൾ NSS വോളണ്ടിയർ ആയതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സ്കൂളിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരിയാണ് ഒരു NSS വോളണ്ടിയറിനെ എന്താ പറയുക സന്തോഷമാക്കാൻ തന്നെ ധാരാളം. പിന്നെ സിജറി ടീച്ചർ ക്യാമ്പിലായാലും സ്കൂളിലായാലും ഞങ്ങൾ എല്ലാ കാര്യത്തിലും കറക്റ്റാ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർക്ക് ഒരുപാട് നന്ദി. മനസ്സ് നന്നാവട്ടെ. A very warm good morning to all. My dear respected principal, program officer Sijila ma'am and all my dear NSS volunteers. Today all we are gathered here to celebrate this event, September 24. As we all know that this September 24 is celebrated as the National Service Scheme Day or NSS Day. And this day is very much really important and relevant in the NSS volunteer's life. And as we all know that I'm here to deliver a speech about this great event. At the same time, I'm here to deliver a speech about a very integral part of the NSS project. In previous year, we had a project on gender equality which is called Samadarshan, in which we had studied about a lot of genders like transgenders, bisexuals, lesbians, etc. And also we know that they are discriminated from the society, from the mainstream of society, and they don't have any personal, they are not given any personal space or high positions in society because of this patriarchal society. And after that, we should discuss about a very important part of this empowerment, that is women empowerment. Yes, I'm talking about the women empowerment. As we all know that India is still a growing nation, still a developing nation, still it's not developed. Why it's like that? As we all know that we have a large population, we have a large human capital. Of course we have, but why we are not still developed? We are not still developed. Why it is like that? Because of women are still discriminated in Indian context. Women are still blocked because of many much barriers like religious barriers, and some of them are not enough confident to come in front of the society and express their talents. Why it's happening like that? It's just not gonna happen. So we have to improve this condition. We have to empower these women. What's the way to empower these women? And I have to say a very saddest thing in this event, that according to a census which is taken by the United Nations, in India, a huge percentage of women from northern villages is still illiterate.
They don't know at least to write their name on their mother tongue. It's really a terrible situation. We have to improve these women. What we have to do to improve this condition? Yes, the only way is to education. Not only the education. We have to change the mind and the concept of this patriarchal society towards the women and their life. We have to make the women confident by educating them. You know, a well-educated woman is an integral part of this Indian context or Indian society. They can improve a lot of things. A well-educated woman can be independent by earning a good job. They can earn a very good money. They can be financially independent. So when it be like that, she will get a special respect in the society. The men, those men who used to treat women as an inferior object, they will start to respect the women. That we want and that we have to do to educate these women. And the next thing is labor. Labor is, as we know, that a well-educated woman should get high position in the society. Some of them can be trained as doctors, some of them can be trained as lawyers, teachers, professors, and even astronauts. That's really a great thing, right? When they became laborers or when they start to work, they will get financially independent. And they can contribute to the economic growth. And thus, by making women such empowered, we can make our India a developed nation. And you know, there's a quote like that. If you want to do anything be said, ask a man. If you want to do anything, then ask a woman. That's because women is the heart of love. She can do anything. If she is educated, she will try to educate her inheritance, her children, and she will even try to educate a whole village. That's really a great thing, you know. So the 3 L's of empowerment is really integral part. It is really important for the women empowerment. That is learning, labor, and leadership. Yet we hadn't discussed about the leadership, right? A leadership means that when a woman became independent, financially independent, and when she became, highly educated, the leadership quality will automatically come to her mind. She will start to take up the leadership position, the leader position in the society. Some of them can be political leaders, some of them can be, here we can see that in the national service scheme, some of the girls are really active. Yes, give some opportunities to the women to come in front of the society. Make them confident, make them empowered, and we can change the whole world. We can make huge profit by that. When you start to consider the men and women in an equal path, the world starts to change. And this is what I want to say in this event. Women empowerment. We should empower the women. And then we can see a very modern India, very developed India. And that's my dream. An empowered society, a women empowered society, not only for women. When women are empowered, automatically other genders can also come out, like transgenders, bisexuals, lesbians, those who are hiding their identity because they are ashamed, they are afraid what others will think. That block also have to be changed. So this is what I എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കണം. NSS ഡേക്ക് NSS കിട്ടിയ എക്സ്പീരിയൻസിനെ കുറിച്ച് ദിയാല് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ്. ബാക്കിയുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും ഒക്കെ അനുഭവിച്ചറിഞ്ഞത് NSSലൂടെയാണ്. സ്റ്റേജ് ഫിയർ ഏറെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ NSS ക്യാമ്പ് കഴിഞ്ഞതോടെ സ്റ്റേജ് ഫിയർ എല്ലാം ഇല്ലാതായി. അതുപോലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഞാൻ പഠിച്ചു. ക്യാമ്പിൽ ഒരു ദിവസം പോലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത്. ക്യാമ്പിലെ 7 ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ആരും ഒറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ എല്ലാവരും ഒരു കുടുംബം എന്നതുപോലെയാണ് കഴിഞ്ഞത്. ടീച്ചറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ്ങും കെയറും ഒക്കെ ആയിരുന്നു. മറ്റ് സ്കൂളിലെ കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ അതിലും വലിയ സപ്പോർട്ടും കെയറും ഒക്കെയാണ് തന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. इश्क़ दा ऐसा पाया जाल सोनिए, दिल मेरा कट के ले गई ना।
സഹായിച്ച എല്ലാവർക്കും NSSന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായ മണ്ണാക്കൽ ക്ലസ്റ്റർ PSA മെമ്പറായ ശ്രീ ഫഹദ് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച നമ്മുടെ പ്രിൻസിപ്പൽ സീത ടീച്ചർക്കും NSSന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി മുന്നിൽ നിന്ന് നയിക്കുകയും നമ്മളെ എവരെയും സ്നേഹത്തോടെ ഒത്തുചേർക്കുകയും ചെയ്ത നമ്മുടെ എല്ലാമായ NSS പ്രോഗ്രാം ഓഫീസർ സിജില ടീച്ചർക്കും ഈ അവസരത്തിൽ NSSന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടികളിൽ പങ്കെടുക്കുകയും അത് മനോഹരമാക്കി തീർക്കുകയും ചെയ്ത പ്രിയപ്പെട്ട NSS വോളണ്ടിയർമാർക്കും അവരെ സഹായിച്ച NSS ടീമിനും ഈ അവസരത്തിൽ NSSന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.